Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഇടിയപ്പം കൊണ്ടാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ബാക്കി വന്ന ഇടിയപ്പം ഇനി ആരും കളയണ്ട. ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് 3 ടീസ്പൂൺ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചൂടായ ശേഷം നമുക്കിതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും മസാലകളെല്ലാം ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് ഒഴിച്ച ഉടനെ നമുക്കിത് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് വേകാൻ വിടണം. അതിനുശേഷം മെല്ലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടകളെല്ലാം നല്ലപോലെ വേകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. 8 ഇടിയപ്പമാണ് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലകളെല്ലാം ഈ ഇടിയപ്പത്തിലേക്ക് ചേരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇടിയപ്പം ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് എന്ന പോലെ വലിയവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മളുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.